എഴുന്നേറ്റ് ബൈക്കോടെ പറയല വിട്ടതിന്റെ വീട്ടില് പണിക്കൊക്കെ മതി പോ. രാവിലത്തെ വ്യായാമെല്ലാം കഴിഞ്ഞാ ഇനി അടുത്ത പരിപാടി കുളിക്കണം, ബാക്കി പരിപാടികൾ. അതിനിടയ്ക്ക് മമ്മീനെ ഒന്ന് കമ്പ് കൊണ്ടാക്കണം. ഇല്ലെങ്കിൽ ഓള് ബൈക്ക് എടുത്ത് വരുന്നുണ്ടല്ലോ. ഞാൻ ഷോപ്പിലേക്ക് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് രണ്ടാമത് പോകണം. അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കേണ്ട പരിപാടി. ഞാനിപ്പോൾ മമ്മീനെ കൂട്ടി ബസ് സ്റ്റോപ്പിലെത്തിയേ. ബസ് വന്നവാറ് ഇത് ഓടിക്കയറി നോക്കുക മമ്മിയെ. പക്ഷേങ്കിൽ ഇത് ചിന്നക്കുട്ടൻ ബസ്സാണ്, ഇത് കണ്ണൂരേക്കല്ല തളിപ്പറമ്പേക്ക് കൊണ്ട ബസ്സാണ്. അങ്ങനെ മമ്മി കുറച്ചൊന്ന് ചമ്മി കേട്ടാ. ഈ ബസ് സ്റ്റോപ്പ് നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പ് തന്നെയാണ് കേട്ടാ. അപ്പോൾ നമ്മളെ സ്റ്റാഫെല്ലാം വരേണ്ട സമയമായി. ഇതാ കറക്റ്റ് സമയത്താ അശ്വതി ബസ് ഇറങ്ങിയിട്ട് മെല്ലെ വരുന്നുണ്ടേ. അശ്വതിയാണ് ഫസ്റ്റ് എത്തൽ. ഓള് ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. പിന്നെ ഓക്കി ടൈം ബസ്സുള്ളതുകൊണ്ട് ഓള് നേരത്തെ വരുന്നുണ്ട്. നമ്മൾ ഷോപ്പ് 9:30 തുറക്കുക. അപ്പോൾ എല്ലാവരും കറക്റ്റ് 9:30 എത്തണം എന്നാണ് റൂൾസ്. അഥവാ 9:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ ഫൈൻ ഉണ്ട് കേട്ടോ. ഇതാ ശാലിനിയും കറക്റ്റ് ടൈം എത്തിയിട്ടുണ്ട്. ശാലിനിക്കും ഈ സമയം ബസ്, അതുകൊണ്ട് ശാലിനിയും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ശ്രുതിനെ ബസ് കയറ്റി നേരെ വീട്ടിലെത്തുമ്പോൾ ഇതാ അച്ചുക്കുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട തയ്യാറെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ അച്ചുക്കുട്ടൻ സ്കൂളിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ സുജേഷ് ചാവി വാങ്ങാൻ വന്നിട്ടുണ്ട്. സുജേഷാണ് ഷോപ്പ് തുറക്കൽ, ഇല്ലേ രാകേഷ് വരുക ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അവരാ തുറക്കൽ. ഞാൻ എത്തുമ്പോഴത്തേക്ക് 10 മണിയാവും. എനിക്ക് വീട്ടിൽ കുറേ പണിയുണ്ടല്ലോ. ഇതാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ഭക്ഷണം. 2 മുട്ട, ഒന്ന് താറാമുട്ടയാണ്, ഒന്ന് കോഴിമുട്ടയാണ്, പിന്നെ ഒരു കഷ്ണം പുട്ടും പാലും. ഇതാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ഫുഡ്. പിന്നെ ഭക്ഷണം കഴിച്ച് ഇനി ഇതാ മമ്മി ഇതാ ഷർട്ടെല്ലാം ഇസ്തിരിയിട്ട് നല്ല ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കളർ ഷർട്ടായിരുന്നു. പിന്നെ ജീൻസ് പാൻറ്റ് നമ്മളെ സ്ഥിരം കളർ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഷോപ്പിൽ രാവിലെ തന്നെ സ്റ്റോക്ക് എടുപ്പ്, കൗണ്ടിങ് അങ്ങനെയുള്ള പരിപാടിയെല്ലാം നടക്കുന്നത്. എന്നിട്ട് ശാലിനി സോദര ഷബീറ ഗുഡ് മോർണിംഗ്. അശ്വന്ത് യെസ്. ഷബീറ കഴിക്കുന്ന പറ്റിയാ ചോദിക്കാൻ പറ്റുമല്ല. ഓ ഇത് പിന്നെ കുത്തുമ്പോൾ കൈക്ക് വേണ്ട എടുക്കാൻ പറ്റില്ലല്ലേ. ഭയങ്കര സൂത്രാന്നല്ല. വിജേഷ തിരക്കല. ഓക്കെ ഓക്കെ നടക്കട്ടെ. കൗണ്ടിങ് മുട്ടാത്തന്നെ തിരക്കാന്നേ. ശ്രീനാഥുണ്ട് സോദരല്ല അറിയാം. രാശ ഉണ്ട്. എൻ്റെ അഭിനയം കൊണ്ട് ഒരാൾ ഭയങ്കര അഭിപ്രായം പറഞ്ഞല്ല. അഭിനയൊന്നുമില്ലല്ലോ, ഇങ്ങനെ നോക്കലല്ലേ ഉള്ളൂ. നോക്കി തന്നെ വല്ല പണി. വർഷേ സോദരല്ലേ. ഇതാണ് എൻ്റെ കസേരയുടെ തിരിച്ചു വെച്ച വർഷം ഇങ്ങനെ. അപ്പോൾ രാവിലെ തന്നെ കസ്റ്റമർ ഒന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയൊരു സംഭവിപ്പിച്ചേ. ഓനോട് സുജേഷ് കൊടുത്തു ചാടിക്കാൻ പറ്റുള്ള സുജേഷ് കൊടുത്തു ചോദിച്ചാൽ സംഗതി മനസ്സിലായ. രാവിലെ തന്നെ ഒരു കണ്ടൻറ് കിട്ടിയേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. നീ പറയുന്നത് ഷോപ്പിംഗ് വിട്ടതിൻ്റെ വീട്ടിൽ പണിക്കൊക്കെ മതി പോ. ഇത് റോട്ടുമ്പോൾ നടക്കുന്നത് ഈ ബൂർഷകളായ പണിക്ക എല്ലാം മുതലാമ ഇനിയും ഇതനുവദിച്ചു. സംഗതി ഉണ്ടല്ലേ, ഇങ്ങനെയാണ് നമ്മളോരോ വീഡിയോ ഉണ്ടാക്കുക. പെട്ടെന്ന് തോന്നും, ആ സമയത്ത് അങ്ങ് ചെയ്യും. കസ്റ്റമർ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഓരോ വീഡിയോ എടുത്തെടുത്ത് ആ റീൽസ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെയാണ് പരിപാടി. സമയം ഉച്ചയായ. അപ്പം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മളവിടെ കമാലിക്കാൻ്റെ വീട്ടിൽ പോയിട്ട് ആടുന്ന ഒരു വേഗം തൈര് വാങ്ങിയേട്ടാ. എനിക്ക് ചോറിൻ്റെ ഒപ്പം തൈര് കുറച്ച് നിർബന്ധമാണ്. അപ്പോൾ ഇത് നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത പരിപാടി തൈരും കൂട്ടി ചോറ് നല്ലതാണ് പരിപാടിയെ. അതിൻ്റെ ഇടയിൽ നമ്മളെ അച്ചുകുഞ്ഞൻ എത്തിയിട്ടുണ്ട്. എത്തിപാട് കണ്ട രാവിലെ കുടിക്കാൻ കൊടുക്കുന്ന പാല് ഫ്രിഡ്ജിൽ വെച്ച് കാട്ടിയാക്കും. എൻ്റെ സ്കൂളിൽ നിന്ന് വന്നാട് തിന്നലാണ് ഓളെ പരിപാടി. യെസ് മാമി, എന്തൊക്കെയാണ് സുഖം തന്നെ? ഇതാപ്പാ പോകാൻ വേണ്ടി പോകുന്നു. ശരി, എന്നാൽ പിന്നെ വേഗം പോയിട്ട് തിന്നു. ഓക്കെ ബൈ. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് ഷോപ്പിലെത്തിയ. അപ്പോൾ നമ്മളെ സൂചിയൊരു സമ്മാനം തീർന്നിട്ട് പുതിയ സമ്മാനമെല്ലാം വാങ്ങിയിട്ട് ശാലിനി വർഷയും കൂടി അത് പാക്ക് ചെയ്യുമെന്നേ. കുറേ പുതിയ സമ്മാനം വാങ്ങിയിട്ടുണ്ട്. കുറേ സമ്മാനം കൊടുത്ത് തീർത്തല്ലേ. അതുകൊണ്ട് ഇതാ ഇപ്പം പുതിയത് വാങ്ങിയതാണെന്നെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പഴയതാണ്, മുമ്പേ ഉള്ളതാണ്. ബാക്കി ഇതും ഇതെല്ലാം പുതിയതല്ലേ ശാലിനി. വർഷയാണ് എല്ലാവരും നേതൃത്വം നൽകുന്നത്. ഇതാ വളരെ ബുദ്ധിപരമായിട്ട് വർഷ കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അശ്വതിക്ക് പണിയെടുക്കാൻ ഭയങ്കര മടി. വേർപ്പിൻ്റെ അസുഖങ്ങളോട് അനങ്ങാണ്ടിരിക്കുന്നത് സഹായിക്കണ്ട അശ്വതി. ശ്രീന എന്നാ ചെയ്യുന്നത്? എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല കാര്യമായിട്ട്. മൊബൈൽ നോക്കിയിരുന്നോ നീ? ഷബീർ എനിക്കൊരു പണിയില്ലല്ല. ആ ചെക്കനെ സഹായിക്കടാ. ആ ചെയിനെല്ലാം അടിക്കി വെക്കാൻ പഠിപ്പിക്കാനാ. നമ്മളെ ചെയിനെല്ലാം നോക്കിയാൽ നല്ല പളവളാ കാണുന്നുണ്ട. ഒരുപാട് സാധനമുണ്ട്. എല്ലാ തൂക്കത്തിലുള്ള ചെയിനുണ്ട്. എല്ലാ വെറൈറ്റി മോഡലും. നല്ല വെറൈറ്റി മോഡൽ ഏതാ ഷബീർ? പുള്ളി നമ്മളെ നിലവിൽ ഇതിപ്പം വെറൈറ്റി വന്നല്ലേ.
ഇത് രാജ്കോട്ടിൻ്റെ എല്ലായിട്ടുള്ള വെറൈറ്റി മോഡൽ വന്നതാണ്. പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട് നമ്മുടെ ഒരുപാട് വെറൈറ്റി. ഇത് 1 ഗ്രാം അല്ല ഷബീർ, ഇത് 1.5 ഗ്രാം. ഇത് 2 ഗ്രാം, 3 ഗ്രാം, 4 ഗ്രാം, അങ്ങനെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കണ്ട കുട്ടികളെ ബ്രേസ്ലെറ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കാപ്പവനൊക്കെ ഉള്ളൂ ഇത് കേട്ടാ. നോക്കിയട്ടെ, കുറേ വെറൈറ്റി സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടാ. ഇതേ നമ്മളെ സമ്മാനം പൊതിഞ്ഞ് ഓടി സ്റ്റൂളുമിലെത്തി. ഒക്കെ എത്തുന്നില്ല, മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി എത്താത്തതുകൊണ്ട് ഇതാ സ്റ്റൂളുമ കയറിയിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടാ. ശാലിനി ഒന്ന് സഹായിച്ചോടെ എനിക്കോളാ. അതല്ലേ ഓളാണ് ഈ വക കാര്യത്തിനെല്ലാം ബെസ്റ്റ്. നല്ല അടുക്കും ചിട്ടയിൽ കാര്യം ചെയ്തോളൂ. പക്ഷേ വിജേഷ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നടക്കുമോ? ഒരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 18 ക്യാരറ്റിൻ്റെ ഈ കാപ്പവൻ്റെ എല്ലാം നല്ല ഉറപ്പുള്ള നേര് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സ്ഥിര യൂസിന് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതുകൊണ്ട് എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് അരമണിക്കൂറായി. ഇതെങ്ങനെ നോട്ടം മാത്രമേ ഉള്ളൂ, നടക്കുന്നില്ല. ഷബീറാക്കി ഇപ്പൊ തീർത്തിട്ടുണ്ടാകും പരിപാടി കേട്ടാ. അല്ല ഷബീറ, ഷബീറ നീ ഒരു കാര്യം ചെയ്യുന്ന പിന്നെ വേറെ നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടല്ലേ. ഷബീറ നീ ഉണ്ടല്ല ഒരു 15 പോവാണ്ടേ ഒരു വെഡിങ് സെറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടാ. പിന്നെ സാധനം ഒന്ന് നല്ല അടിക്കാനുള്ള കണ്ടീഷനില്ല. അപ്പൊ അതിന്റെ വീഡിയോ കൂടി ഇന്ന് ആക്കണം. എനക്കൊന്ന് ഇന്ന് ആള് കുറവല്ലേ അല്ലേ ഷാലു? ഇന്ന് ആള് കുറവല്ലേ നമുക്ക്? ഇന്ന് രാവിലെ ആള് കുറച്ച് കുറവാണ്, കാരണം വില ഭയങ്കര കയറ്റാന്നല്ല. അപ്പോ രാവിലെ ചെറിയൊരു തിരക്ക്, അങ്ങനെ വലിയ തിരക്ക് വന്നിട്ടില്ല. വിൽക്കേണ്ട ആൾക്കാർ കുറെ ഉണ്ടായിന്. മിഞ്ഞാന്ന് കേട്ടല്ലേ ഗംഭീര തിരക്ക്, തിക്കൻ തിരക്കായി പോയി. അതങ്ങനെ വരുമ്പോ ഒരുമിച്ചുണ്ടാവും. ഇപ്പം പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതായതുകൊണ്ട് എല്ലാവരും ഒരു വൈകുന്നേരം വെയിലെല്ലാം തീർന്നിട്ടാ വരുക. അപ്പോൾ അത്ര വരെ നമ്മൾ വെയിറ്റിങ്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യല്, പിന്നെ അത്യാവശ്യം റീൽസ് എല്ലാം എടുക്കല്. രാവിലെ നമ്മൾ റീൽസ് എടുത്ത് കേട്ടോ ശാലു. രാവിലത്തെ റീൽസിൽ ശാലിനി അഭിനയിച്ചില്ല, അശ്വതിയില്ല, അല്ല ശാലിനി ഉണ്ടല്ലേ, ശാലിനി ഉണ്ട് ഡോർ വർക്കുന്നത്. അപ്പൊ രാവിലെ നമ്മൾ റീൽസ് ആക്കി, ഞാനും സുജേഷും ഷെബീറിലും കൂടി രാകേഷും കൂടി റീൽസ് ആക്കി. അപ്പോ ഇതാ റെഡി ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മളെ കാപ്പവന്റെ അടിപൊളി 18 ക്യാരറ്റിന്റെ സാധനം. ഇത് നമുക്ക് സ്ഥിര യൂസിന് പറ്റുമല്ലേ വിശേഷം? സ്ഥിര യൂസിന് പറ്റുന്ന സാധനം. ഞാൻ എന്റെ വീഡിയോ ഇന്നാക്കിയിട്ട് നാളെ മറ്റന്നാളായിട്ട് ഇടും കേട്ടോ. അപ്പൊ ഞാനെന്നാല് ആ വീഡിയോ ആക്കേണ്ട പരിപാടിയൊക്കെ പോയിട്ട് ഓക്കെ അല്ലേ വിജേഷ? ആരെ ക്യാമറ ഓടിക്കൂല? ഷെബീറിന് പണിയുണ്ടോ ഇവിടെ? ആരാണോ മുമ്പിലുള്ള അവരാ ക്യാമറമാൻ. ഞാൻ അഭിനയിക്കുമ്പോൾ അപ്പുറം ആരാളുള്ള അവര് ക്യാമറമാൻ. അങ്ങനെയാ നമ്മളെ ക്യാമറ ഓടിക്കുന്ന പരിപാടി കേട്ടാ. അതിന് സ്പെഷ്യൽ ആളൊന്നുമില്ല. ഷാലു നമ്മള് റീൽ ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ ഷാലു നെയ്മ് കൊടുക്കും, ഷാലിനി സംസാരിക്കുമ്പോൾ ഞാനാ പിടിക്കുക. പക്ഷെ ഇവിടെ എപ്പോ ഇങ്ങനെ ആട്ടിയാട്ടിട്ട് പിടിക്കുക, ക്യാമറ കറക്റ്റ് പിടിക്കൂല. പഠിച്ചാ സെറ്റ് ആയിരുന്നു. പിന്നെ ശാലിനിയുടെ ഗംഭീര ഒരു വീഡിയോ വരുന്നുണ്ട്, നാളെ ഇടും കേട്ടാ. ശാലിനി ഫുൾ ആഭരണം അണിഞ്ഞിട്ട് ശരിക്കും എന്നാ പറയണ്ട മോഡല്. വലിയ വലിയ ചുണ്ടിൽ ആൾക്കാർ വന്ന് കൊത്തിക്കൊണ്ടുപോകുന്ന എന്റെ പേടി. നല്ല രസമുണ്ട്. ഏതായാലും നാളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. വാ വിജേഷ് നോക്കാം. ഷബീർ നല്ല വൃത്തിക്ക് സെറ്റാക്കിയിട്ടുണ്ടേ. ഷബീർ അല്ലേ വിജേഷ സെറ്റാക്കല്ലേ? നോക്കിട്ടെ, നല്ല കിഡിലൻ സെറ്റ്. എത്ര പവനോ? 15 പവൻ്റെ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. നല്ല കാഴ്ചയൊക്കെ ഉണ്ട് സാധനം. ഇത്രയേ വേണ്ടു, അധിക തൂക്കമൊന്നും വേണ്ട. നമ്മളപ്പോൾ വെഡ്ഡിങ് സെറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലോസിങ് പരിപാടിയാണ്. അപ്പോൾ ലാസ്റ്റ് കൗണ്ടിങ് പരിപാടിയെല്ലാം ഇപ്പോൾ നടക്കുന്നത്. ഇതാ എല്ലാവരും ക്ഷീണം പിടിച്ച് കേട്ടാ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. സുജേഷിന് ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് പൊട്ടിക്കും കേട്ടാ. ഒരു ഉണർവില്ലാത്ത പോലെ എപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ അടി കിട്ടുമ്പോൾ സുജേഷ് അങ്ങ് ഉണർന്നോളൂ. ഇപ്പോൾ സമയം 8 മണിയായ നമ്മൾ ഷോപ്പ് പൂട്ടേണ്ട സമയമുണ്ട്. എന്നാലും ഇന്നത്തെ ദിവസം കുറച്ച് ക്ഷീണം അല്ലേ ഷബീറ? ഇന്ന് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തിക്കും തിരക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ കുറേ ആൾക്കാർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഒരുമിച്ചുള്ള തിരക്ക് എന്തായാലും കുറവാണ്. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ തന്നെ നമ്മളെ മാനേജറെ എന്തോന്ന് ഞാൻ കണിയണ്ടേ. ഇവിടുത്തെ മാനേജർ എന്താ കണ്ടിട്ട് രാവിലെ തന്നെ ചാവിയും വാങ്ങി ഓടുന്ന ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാര്യം നോക്കാം. അതേപോലെ തന്നെ അല്ലേ സുരേഷ? രാകേശി ചിരിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ ചോദിച്ചാ. അപ്പൊ ഇന്നത്തെ കച്ചവടം ഇങ്ങനെ കുഴപ്പമില്ല. നാളെ നമ്മൾ തകർക്കുമല്ലോ ചോദിച്ചാ. നാളെ നമ്മള് രാജാ നിന്റെ അഭിപ്രായം എന്താ? സെറ്റ്. പിന്നെ ഇന്ന് നമുക്ക് കണ്ണൂർ സിറ്റിന്ന് ഒരു ഫാമിലി വന്നിരുന്നത്. നമ്മളെ വീഡിയോ കണ്ട് അപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മളെ കാണാനായിട്ട് നമ്മളെ ഷോപ്പിൽ വന്നിരുന്നു. ഇപ്പോൾ പേര് റിസ്വാൻ എന്നാണ്. ഞാൻ ഫോട്ടോ ഇതിനകത്ത് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ
ഒരു പുതിയ ആളെ കൂടി പരിചയപ്പെടാൻ പറ്റി, കാണാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമായി. നമ്മുടെ ഷോപ്പിൽ എല്ലാവരും അവർക്ക് അറിയാം അല്ലേ സുജേഷ്? സുജേഷിനെ കണ്ടോ, മാനേജർ ഷബീർ. ഇന്ന് നമുക്കൊരു അതിഥി വന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇന്ന് സൂചി എറിഞ്ഞിട്ട് നമ്മളൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് എറിഞ്ഞിട്ട് കുളിച്ച സ്ഥലം കണ്ട രാകേഷിന്റെ ഒരു ഫ്രണ്ട് ദിലീപൻ ഒരു സാധനമായിട്ട് അങ്ങനെ എറിഞ്ഞിട്ട് കൊള്ളിക്കലാന്ന്. അങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷവും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ സുജേഷ് നേരത്തെ പറയുന്നുണ്ട് നമുക്ക് വൈകോട്ടെ ഇന്ന് കല്ലുമ്മക്കായി തിന്നാൻ പോയാലോ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ രാജേഷ്? നാളെ വെച്ചക്ക് ഷോപ്പില് നമ്മളെ മോന്റെ ബർത്ത്ഡേക്ക് ബിരിയാണി കൊടുക്കുക പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് സുജയിച്ചില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല മാനേജർ അല്ലാണ്ട് പറ്റൂല. അതുകൊണ്ട് നാളെ സ്റ്റാഫിനെല്ലാം ബിരിയാണിയാന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആരും ഉച്ചക്ക് ചോറെടുക്കാണ്ട് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളത്തെ പരിപാടി അങ്ങനെയാവുള്ള കല്ലുമ്മക്കായിന്റെ പരിപാടി നോക്കട്ടെ, പൂട്ടുന്ന സമയം നോക്കിയിട്ട് വേണം കൊടുത്ത് വിടാൻ വേണ്ടിട്ട്. അല്ല രാജ ഇപ്പൊ അതവര് നോക്കാം. അടുത്ത വകൽ പരിപാടി നോക്കട്ടെ. ഓക്കെ, ഇതിടക്ക് നമുക്കൊരു സന്തോഷം വരട്ടെ. നമ്മള് പഴയ വീഡിയോയിലുള്ള താരാന്ന് ഇർഫാൻ ഇപ്പൊ വേറെ എവിടെയാ ഉള്ളേ. അപ്പൊ ആള് യാദൃശ്യമായിട്ട് ഇങ്ങ് എത്തിയിട്ടുണ്ട്. പുതിയ വീഡിയോ ആണെന്ന് എനിക്കൊന്നും അറിയില്ല, മുമ്പുള്ളവർക്കെല്ലാം തിരിയലുണ്ട് ഇവൻ അല്ലെ? എല്ലാ വീഡിയോസിലും നല്ല ഇതുപോലത്തെ ചിരിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഓനും ഇപ്പോഴാണ് പരിപാടി മലപ്പുറം എന്താ പരിപാടി? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. ആളെന്തായാലും ഉഷാറായിട്ടുണ്ട് സുജേഷ്. അപ്പൊ ഞാനേതായാലും വീട്ടിൽ പോയി കുളിക്കട്ടെ, ഒന്ന് ഫ്രഷ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ വൈകുന്നേരം കുളി വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ലേ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം എന്നിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവർ എല്ലാം എടുത്തു വെക്കാനും കഴിയും. ഞാനപ്പോൾ ഇതാ വീട്ടിലെത്തിയ മമ്മിയാണ് ഗേറ്റ് തുറന്നിരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ കുളിക്കണം, പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോകണം. കാരണം സമയം 8 മണിയായി, ഷോപ്പ് പൂട്ടേണ്ട സമയമായി. പെട്ടെന്ന് തന്നെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയേ. പിന്നെ ഷോപ്പിൽ നിന്ന് സ്റ്റാഫെല്ലാം പറഞ്ഞല്ല ഇന്ന് കല്ലുമ്മക്കായി ഇരുന്നാൽ വേണ്ടി പയ്യാമ്പലം പോകണമെന്ന് പറഞ്ഞല്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കാരണമല്ല സാധാരണ ഞാൻ ട്രൗസർ ഇടല്, ഇന്ന് പാൻറ്റെല്ലാം ഇട്ടിട്ട് തന്നെ ഇറങ്ങിയ കണ്ണൂർ പോകാൻ. പക്ഷേ നിങ്ങളെന്താ അപ്പോഴേക്കും അവർ ഷോപ്പും പൂട്ടി ചാവി കൊണ്ട് തിരിച്ചു വന്നു കേട്ടാ. അപ്പോൾ ഇതാ സുജേഷും രാകേഷും ചാവി തരാൻ വേണ്ടി വീട്ടിലേക്ക് വരുമെന്ന്. അപ്പോൾ ഇവരെ ഞാൻ വഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കല്ലുമ്മക്കായി പരിപാടി അവിടെ നിർത്തി. പിന്നെ ഹെൽമെറ്റ് ഇടാണ്ടാ വന്നേ. ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് ഇട്ടിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ട്. സുജേഷിൻ്റെ ബൈക്ക് കമ്പിലുള്ള, അപ്പോൾ ഓനാടുന്ന് ഹെൽമെറ്റ് ഇട്ടിട്ട് ഓനും വീട്ടിലേക്ക് പോയിക്കോളും. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീണ്ടും ഷോപ്പിലെത്തിയിട്ടുണ്ടേ. ഹായ് ശാലിനി. ഷബീർ സുജേഷ് തിരക്കില്ല എന്നാ പരിപാടി? പാർസൽ അല്ലേ? നമ്മളൊരു പാർസലുണ്ട് ഇന്ന്. പിന്നെ അടുത്തേക്ക് പാപ്പൻശ്ശേരി അല്ലേ? ഇത് പാപ്പൻശ്ശേരിയുള്ള നമ്മളൊരു കസ്റ്റമർക്കാണ്. ഒരു ജമാലൊക്കെ ഗൾഫിൽ നിന്ന് ഒരു ഓർഡർ തന്നെയാണ്. പാപ്പൻശ്ശേരി വൈഫിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നിട്ട് 18 ക്യാരറ്റിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. 18 ക്യാരറ്റിൻ്റെ ഒരു ചെയിനും ലോക്കറ്റ് അതിൻ്റെ അകത്തുള്ള. അത് ഞാൻ അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. സുജേഷ് വേഗം എത്തിക്കേണ്ട പരിപാടിയൊക്കെ എന്നാൽ. വിജേഷ് എന്താ പരിപാടി? ഇതാണ് നമ്മളെ ഇസ്രായേലുള്ള, ഇത് നമ്മളെ ഇസ്രായേലുള്ള ഒരു സൗമ്യ ചിക്കൻ അല്ലേ ഇന്നലെ പറഞ്ഞ. അപ്പോൾ ഓരോ സ്ഥലം കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്തേക്ക് പാർസലാക്കുന്നതാണ് വിജേഷ്. 18 ക്യാരറ്റിൻ്റെ ഇത് ഇരുന്നിട്ടല്ലേ കൊടുക്കുന്നത്? അതിൽ പൊതിഞ്ഞു കൊടുത്താൽ പോലും അല്ല? എത്ര ചെയ്യാനാ? 2 ചെയ്യാനാ? പിന്നെ ഈ ലൈറ്റ് വെയിറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 3000 രൂപയാണ് ഇതിൻ്റെ വിലയെങ്കിലും. തീരെ നൈസാണ് സാധനം, സ്ഥിരം യൂസിന് പറ്റൂല. എന്തെങ്കിലും ചെറിയ പരിപാടിക്കെല്ലാം ഇടാനൊന്നും അങ്ങനെയല്ല, സിമ്പിളായിരിക്കും. അതിന് എന്താ പറയുക, തീരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല, താല്പര്യമില്ലാത്തവർ. അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് 3000 രൂപേൻ്റെ സാധനം. ഓക്കെ അല്ല ഇതാപ്പോൾ സുജേഷ് ഇതാ പാർസലാക്കിയിട്ടുണ്ട്. ഇത് ജമാലക്ക പിന്നെ ഒരു 4:30 ആകുമ്പോൾ വീട്ടിലെത്തിക്കാനാണ് പറഞ്ഞത്. വൈഫിനൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്താണ് പാപ്പൻശ്ശേരി, നമുക്ക് ഇവിടെ അടുത്താണ്. എത്ര കിലോമീറ്റർ ഉണ്ടാവും പാപ്പൻശ്ശേരി? 12 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഷബീർ പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ എത്തിക്കേണ്ട സാധനം ഇത് കേട്ടാ. ഒരു കാര്യമാണ്, ഇന്നലെ കല്ലുമ്മക്കായി വാങ്ങണമെന്ന് പറ്റ് ഞാൻ സത്യം പറയല്ല, അതിനായിട്ട് റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ഈടെ എത്തുന്ന പോലത്തേക്ക് ഇതാ എല്ലാവരും പോയിനി. അപ്പോഴത്തേക്ക് ഒരു ചാവയും കൊണ്ട് വീട്ടിലെത്തിയിനി. ഇന്നിപ്പം ബിരിയാണി ഉണ്ടല്ലോ. ബിരിയാണി ഒരു കാര്യം ചെയ്യാം, ബിരിയാണി ഒന്ന് രാത്രിത്തെ മൂട് നോക്കിയിട്ട് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വന്നേ. വേറൊന്നുമല്ല, ഈ ഷർട്ട് ഉണ്ട് ഭയങ്കര കട്ടിയുള്ള ടൈപ്പ് ഷർട്ടാണ്. ഇട്ടിട്ട് നേരത്തെ ഒരു ആങ്സൈറ്റി, നടക്കാൻ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ഹാഫ് കൈ ഇടുന്നതല്ലോ അതാണ്. അപ്പോൾ ഇതിട്ടിട്ട് ആകെ
കട്ടിയുള്ളതുകൊണ്ട് ഞാൻ ഈ നേരിയ ഷർട്ടാണല്ലോ കൂടുതലിടല്, അപ്പോൾ അതിൻ്റെ ഒരു ഏലിയുണ്ട്. അപ്പോൾ മാറ്റിയിട്ട് ഏതായാലും ഒരു നേരിയ ഷർട്ട് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ചേട്ടാ, നല്ല കോട്ടൻ്റെ നല്ല ഷർട്ട് കേട്ടാ. ഇതിടുമ്പോൾ ഒരു പ്രത്യേക സുഖം. മറ്റേത് ആ സ്ട്രെച്ച് ടൈപ്പാണ്, എന്നാൽ റയോൺ എന്ന് പറഞ്ഞാൽ പറയുന്നത് ബലിയുന്ന ടൈപ്പ്. അത് ഇടുമ്പം തന്നെ ഇങ്ങനെ മേത്തിങ്ങനെ ഇടുങ്ങി ടൈറ്റായി വരുന്നൊരു ടൈപ്പ് സാധനമാണ്. ഇത് നോക്കിയട്ടെ. ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഞാൻ ഷോപ്പിൽ നാട് തിരിഞ്ഞിട്ട് ഇങ്ങനെ എന്നാ വല്ലാത്ത ഞാൻ എൻ്റെ വർഷം ഇങ്ങനെ പറയാം, ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ടൊരു സൂലനേ ഇല്ലേ, കുറേ സമയം തന്നെയാണ് പറയുന്നത്. എന്നാലും ഇനി നേരെ ഷോപ്പിലേക്ക് പോവാം, ഇനി സമാധാനമായിട്ടാണ് ഇരിക്കാമല്ലോ. പിന്നെ ഷർട്ട് ഉണ്ടാ ഇസ്ത്രി ഇട്ടിട്ടൊന്നുമില്ല കേട്ടാ. ഓള് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കലം കിട്ടും. ഓളി ഇന്നലെ ഇസ്ത്രി ഇട്ട് വെച്ചൊരു ഷർട്ട് ഉണ്ടായിനി, അത് നോക്കുമ്പോൾ അതിന് കൊടുക്കില്ല. അപ്പം പിന്നെ ഇസ്ത്രി ഇല്ലാത്ത ഇതാണുള്ള. പിന്നെ നാമപ്പം നമ്മൾ ഷോപ്പിലവിടെ ഇരിക്കുന്നില്ലേ, ഇസ്ത്രി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ആരൊന്നും പറയൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ബിരിയാണി എത്തിയിട്ടുണ്ടേ. കണ്ണൂരുള്ള MRI നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് സാധനം എത്തിയിട്ടുണ്ട്. പറഞ്ഞ ടൈമിൽ തന്നെ സാധനത്തിന് വളരെയധികം സന്തോഷം. ബിരിയാണി എത്തിയിട്ടുണ്ട്, പിന്നെ അശ്വതി എത്തിയിട്ടുണ്ട്. ഉച്ചവരെ ലീവ് ആയിരുന്നു, ബിരിയാണി ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട് അശ്വതി. അപ്പോൾ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ടല്ലേ ശാലി? എന്നിട്ട് സൂപ്പർ പാക്കിംഗ് ആണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്ട് ഇവരെല്ലാം പറഞ്ഞ് ആടെ തന്നെ മതി പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ നോക്കിക്കൂടെ എന്നല്ലേ, വേഗം ഒരു 2 ആളായിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണവരോട് കഴിക്കാം അല്ലേ? വർഷവനായാ ഇതായതാ ഇതാണ് രസം കൂടുതൽ കേട്ടോ. എന്നിട്ട് രസമുണ്ടാ? വരൂല വർഷം നീ കഴിക്കുന്നില്ലേ? എടാ മോളിൽ എത്ര വൃത്തിയുള്ള സ്ഥലം, അവിടെ പോയി തിന്നാ പോരെ. ഈ ഇടുക്കലൊന്ന് തിന്നണ ശാലു? രസമുണ്ടല്ലേ? ഓക്കെ എന്നാ പിന്നെ കഴിക്കും. വർഷയുടെ എവിടെയാ? അതാ പറഞ്ഞ എത്ര സ്ഥലമുണ്ട്. എന്നിട്ട് ഒന്ന് തിന്ന സ്ഥലം നോക്കിയട്ടെ. ചിക്കൻ കറി ഹാപ്പി വായിന്ന് വെള്ളം വരുന്നാടി. അപ്പോൾ എല്ലാവരും ബിരിയാണി കഴിച്ച് ഞാനും കഴിച്ച്. മാനേജർ ലാസ്റ്റാണ് കഴിക്കുന്നത്. മാനേജർക്ക് ശരിക്കും ഒരു ബിരിയാണി ഒന്നും പോരാ, ഓൻ ഒറ്റയിരിപ്പിനെ 2 ബിരിയാണിയിൽ നിന്ന ആളാണ്. അപ്പോൾ മാനേജറും കഴിച്ച്, പിന്നെ ഷബീറും ലാസ്റ്റാണ് കഴിക്കുന്നത്. അപ്പം എല്ലാവർക്കും ബിരിയാണിനെ പറ്റി നല്ല അഭിപ്രായം. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും നല്ല ഹാപ്പിയായി, എല്ലാവരും മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് സന്തോഷത്തിലാണെന്നുള്ള. നമ്മളെ ഷോപ്പിൽ ഇങ്ങനെയാണേ, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമായിട്ടുള്ള പരിപാടി ഉണ്ടാവും. ഇനി ഒരു പരിപാടിയില്ലെങ്കിലും ഞാൻ വെറുതെ പരിപാടിയാക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഭക്ഷണമെല്ലാം വാങ്ങി ഒരുമിച്ച് തിന്നുമ്പോൾ അതിൻ്റെ ഒരു സുഖം. ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് ജീവിതത്തിലുണ്ടാവുക.